ആദ്യം നമ്മൾ എങ്ങനെയാണ് ഞണ്ട് വെച്ചേക്കണേന്നുള്ളതാണ്. നമ്മൾ പാചകം ചെയ്ത രീതി ഇതാണ്. കണ്ട, ഇതാണ്. ഒരെണ്ണം കൂടി എടുത്ത് വെക്കണം കാര്യമുള്ളത്. കണ്ട, ഇന്ന് നമ്മൾ ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. പാചകം ഞാനാണ്. അപ്പം ഞാൻ പാചകം ചെയ്യാൻ പോകുന്ന ഒരിക്കൽ കൂടി എല്ലാവർക്കും പിപ്പീസ് വ്ലോഗിലേക്ക് സ്വാഗതം. അതിൻ്റെ അകത്ത് അല്ലേ നല്ല കളിയും ഞണ്ടിൻ്റെ കളിയൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര ടേസ്റ്റായിരിക്കും. ഞണ്ട് ഒരെണ്ണം ക്ലീൻ ചെയ്ത് മൊത്തം നമുക്കൊരു എത്ര ഉണ്ട്? 5 എണ്ണം. 5 ഞണ്ടുണ്ട് ഇതേപോലത്തെ. അപ്പോൾ 5ഉം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട, ഈ കാലിൽ കണ്ട മാംസം കണ്ട. നേരത്തെ നമ്മൾ കളയുമായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ കളയാറില്ല. എന്നുവെച്ചാൽ അതിൽ മാംസം ഉള്ളതുകൊണ്ട് നമ്മൾ കളയില്ല. ഇത്ര മീറ്റ് നമുക്ക് ആ കാലിൽ നിന്ന് കിട്ടും. അതായത് ആ ചെറിയ നൈസായിട്ടുള്ള കാലിൽ നിന്ന് കിട്ടുന്ന മീറ്റ് കണ്ട. ഇത് പലരും ഇത് എടുക്കാറില്ല എന്നുള്ളതാണ്, ഇത് കളയുമോ എന്നുള്ളതാണ്. പക്ഷെ ഇത്ര മീറ്റ് കളയേണ്ട വല്ല ആവശ്യമുണ്ടോ? നമ്മളപ്പോൾ ഞണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാചകമാണ്. നമ്മളെടുത്തിരിക്കുന്ന ഞണ്ടെന്ന് പറഞ്ഞാൽ 1 കിലോ 250 ഗ്രാമാണ്. ഇതിലേക്കുള്ള ഐറ്റംസുകൾക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ ഉള്ളിയും പച്ചമുളക് പൊടി ചതച്ചത്, തക്കാളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്തിരി നമ്മുടെ മല്ലിയിലയുണ്ട്, അതേപോലെ തന്നെ കൊടംപുളി, പിന്നെ ഇഞ്ചി ചെറുതായിട്ട് കീറിയത്, അതേപോലെ തന്നെ പച്ചമുളക് ഒരു 3-4 പച്ചമുളക് വലുതായി കീറിയത്. ഓക്കെ, ഇത്ര സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഞണ്ട് കറി വെക്കാൻ പോകുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്ക് ഞണ്ട് വേവിക്കാൻ. അതേപോലെ ഉപ്പ്, ഒരു സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതേപോലെ മഞ്ഞൾപ്പൊടി, കഴുകിയെടുത്തേക്കുന്ന ഒരു 3 കഷ്ണം പുളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി പച്ചമുളക് വലുതായിട്ട് കീറിയത് ഒരു 3 എണ്ണം നമ്മളിപ്പോൾ ഇടുന്നുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും ഇടുന്നുണ്ട്. ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ ഞണ്ട് വേവിക്കുന്നത്. സ്റ്റൗ കത്തിച്ചു. മൂടി വെച്ചേക്കാം നമുക്ക് വേട്ടെ. തിളച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടോ. ഞാനൊന്ന് അതൊന്ന് മറിക്കട്ടെ. ഞണ്ട് നമ്മൾ വെച്ചേക്കുന്നത് നമ്മൾ സ്ഥിരം വെക്കുന്ന ഒരു രീതിയിലല്ല. നമ്മൾ കാലൊന്നും എടുത്തിട്ടില്ല. സാധാരണ കാലൊക്കെ നമ്മൾ പറിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ ഞണ്ട് എടുക്കുന്നത്. ഇപ്പോൾ ഈ കാലോടുകൂടി തന്നെയാണ് നമ്മൾ ഈ സാധനം ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഞണ്ട് കറി എന്നുള്ള രീതിയിൽ വെക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് വേഗം. ഒന്ന് അടച്ചു വെക്കട്ടെ. ഞണ്ട് ഓൾറെഡി വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ഇറക്കി വെക്കണം. ഞാൻ സ്ലിമ്മിലിട്ടിട്ട് ഇറക്കി വെക്കണം. ഞണ്ട് വെന്ത് നമ്മൾ മാറ്റി വെച്ചേക്കാണ്. നമുക്ക് ഒരു സ്പാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലാണ് ഇനിയിപ്പോൾ താളിക്കൽ പരിപാടി. ഞണ്ട് താളിക്കൽ പരിപാടിയാണ്. അപ്പം ഞാൻ എണ്ണ ഒഴിക്കണം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചി ചതച്ച് എടുത്തത് നമ്മൾ ഇടണം. നമ്മൾ ഞണ്ട് കറി വെക്കണ സമയത്ത് നമ്മൾ ഈ ഞണ്ട് വെന്ത് കഴിയുമ്പോഴൊക്കെ നമ്മൾ മസാലയിലാണ് ഞണ്ട് റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത് മസാലയിലാണ്. അപ്പോൾ മസാല എത്രത്തോളം നന്നായിട്ടുണ്ടോ അത്രത്തോളം ഞണ്ട് റോസ്റ്റ് റെഡിയാകും. അല്ലെങ്കിൽ ഞണ്ട് റോസ്റ്റ് സൂപ്പറായിരിക്കും. ഇത്തിരി വേപ്പില ഇടണം. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ മല്ലിയില നമ്മൾ ഇടണം.
നമ്മൾ ഇട്ട ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ചതച്ചിട്ടത് മുരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തക്കാളി ഇടാം. ചെറിയ 2 തക്കാളി. പിന്നെ അതിൽ കിടന്നത് വാടട്ടെ. തക്കാളി വാടിയിട്ടുണ്ട്. നമുക്ക് ഒരു പണി ചെയ്യാം. നമ്മളെ മസാലകളൊക്കെ ഇടാം. മുളക് പൊടിയൊക്കെ ഇടാം. 4 സ്പൂൺ ആണ് നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത്, നമ്മുടെ മല്ലിപ്പൊടി. അതോടൊപ്പം തന്നെ നമ്മൾ മുളക് പൊടി എടുക്കണം. മുളക് പൊടി നമ്മളൊരു 3 സ്പൂണാണ് ഇടുന്നത് കേട്ടോ. എണ്ണയൊക്കെ നമുക്ക് ഒഴിക്കേണ്ട വരും. ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കട്ടെ. 4 സ്പൂൺ മല്ലിപ്പൊടിയും 3 സ്പൂൺ മുളക് പൊടിയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇടാനുണ്ട്, മഞ്ഞൾപ്പൊടി ഇടാനുണ്ട്. ഇപ്പോൾ അടുത്തത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണം. അതേപോലെ തന്നെ കുരുമുളക് 1 സ്പൂൺ ഇടുന്നു. ആവശ്യമുണ്ടെങ്കിൽ നമുക്കിടാം. മസാലക്കുരു ഇത്തിരി ഇടണമല്ലോ. വേവിച്ച് വെച്ച് ഞണ്ടിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ നമ്മൾ സ്ലിമ്മിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് സ്ലിമ്മിൽ ഇട്ടിട്ട് നിർത്തുകയാണ്. ഇത് ഇറക്കി വെച്ചിട്ട് ഞണ്ടെടുത്ത് വെക്കാം. മസാലയൊക്കെ റെഡിയാക്കിയതുകൊണ്ട് തന്നെ ഞണ്ടും പാത്രം എടുത്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞണ്ടിലേക്ക് മസാല ഇടണം. റെഡിയാക്കി വെച്ചാണ് മസാല ഞാൻ നമ്മുടെ ഞണ്ടിലേക്ക് ഇടാൻ പോവുകയാണ്. ഞണ്ട് ഏകദേശം ആ ഫൈനൽ സ്റ്റേജിലാണ് നമ്മുടെ ഞണ്ട് കറി. മസാല കറിയിലേക്ക് ഇടണം. ഞണ്ടൊന്ന് മറിക്കട്ടെ. മറിച്ചാലാണ് നമുക്ക് മസാലയൊക്കെ താഴേക്ക് വരുള്ളൂ. ഇനി ഇതിൽ കിടന്നിട്ടൊരു 10 മിനിറ്റ് താഴെ ഒന്ന് റെഡി ആകണം. ഇത് സെറ്റാകാനുണ്ട്. ഈ മസാലയിൽ കിടന്നിട്ട് ഈ ഞണ്ട് മസാല പിടിച്ചൊന്ന് വേകാനുണ്ട്. ചെറുതായിട്ടൊന്ന് ഒരു 10 മിനിറ്റ്, മാക്സിമം ഒരു 10 മിനിറ്റ്. അതോടുകൂടി നമുക്ക് ഞണ്ട് കറി റെഡിയാവും. നമ്മുടെ ഞണ്ട് കറി, അതായത് ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത്തിരി വെളിച്ചെണ്ണ കുഴിച്ചിട്ട് നമുക്ക് ഇതങ്ങോട്ട് അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ ഇരുന്ന് പറ്റും, കാരണം കണ്ടില്ലേ ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പൊടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എന്തായാലും കളറൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, വേറെ ലെവലാണ്. അതായത് നമ്മുടെ ഷാപ്പിലെ ഞണ്ട് കറിയില്ലേ, അതേ രീതിയിലാണ് നമ്മൾ ഇന്ന് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവി ഉണ്ടാകും. ആര് കണ്ടാലും കൊതി വരും. കഴിച്ചാൽ പിന്നെ പറയണ്ടല്ലോ, വേറെ ലെവലായിരിക്കും. ഞാനെന്തായാലും ഇത് കഴിക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മൾ കുറച്ച് കറിവേപ്പില ഇടണം. നമ്മുടെ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഓഫ് ചെയ്യണം. നമ്മുടെ ഞണ്ട് കറി റെഡി ആയിരിക്കുന്നു. ഇനി ഒന്നും ചെയ്യാനില്ല, കഴിച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ കഴിക്കാൻ പോണ, അതായത് നമ്മൾ പറയാറില്ലേ, എന്താ പറയണ, നമ്മൾ സ്വന്തമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ആൺപിള്ളേരാകുമ്പോൾ, ആണുങ്ങളാകുമ്പോൾ സ്വന്തമായിട്ട് പാചകം ചെയ്തൊന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് ഞണ്ട് കറി ഞാൻ തന്നെ വെക്കാൻ തീരുമാനിച്ചതും പിപ്പിയെ ഞണ്ട് കറിയിൽ നിന്ന് ഞാൻ മാറ്റി നിർത്തിയതും. അപ്പോൾ എന്തായാലും ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് പിപ്പി കഴിക്കും. ഓക്കെ, എല്ലാവരോടും കൂടി അനുവാദം ചോദിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ക്രാബ് കറി കഴിക്കാൻ പോവുകയാണ്. അപ്പം ഞാനിത് ഒതുക്കി വെച്ചിട്ട് എനിക്ക് വലുതിൽ തുടങ്ങാം, അല്ലേ? വലുതിൽ തുടങ്ങാം. പിപ്പി, അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങിയാണ്. പിപ്പി ക്യാമറ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിക്കാത്തത്. ഞാൻ ഒരു പിടി വായിൽ വെച്ചിട്ട് ഞാൻ പിപ്പിനെ വിളിക്കാം. അപ്പം ഞാനൊന്ന് വെക്കട്ടെ. നല്ല ചൂടാണ്. ഇതാണ് മീറ്റ്. ഞാനത് കഴിക്കണം.
അതായത് ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഞണ്ടായതുകൊണ്ട് വേറെ കറികളൊന്നും ഇല്ലാത്തത്. ഈ 2 കറി കൂട്ടിയാണ് ഞാൻ കഴിക്കുന്നത്. ഇപ്പി ബാ, ഈ ക്യാമറ അവിടെ ഇരിക്കട്ടെ, നമുക്ക് കഴിക്കാം. ഏതായാലും സ്വന്തമായി പാചകം ചെയ്തിട്ട് സ്വന്തമായി കഴിക്കുന്നതാണ്. പ്രേക്ഷകർ പലരും ചോദിക്കുന്നുണ്ട്, ഞങ്ങളെന്താ വിളിക്കാത്തത്, ഞങ്ങളെന്താ അല്ല, വിളിക്കാത്തത്. നമ്മള് ഞണ്ട് കറി അല്ലെങ്കിൽ എന്ത് കറിയാണ് എപ്പോഴാണ് ഉണ്ടാക്കുന്നത് പറയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ആരെയും വിളിക്കാത്തത്. പിന്നെ ആരെങ്കിലും ഈ വഴിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കും, എന്നിട്ട് നമ്മുടെ കൂട്ടത്തിലെടുത്ത് കഴിക്കും. ഞാൻ കഴിച്ചു കഴിച്ചു. ഞാൻ പൊളിച്ചു തരാം. ഇത് മീറ്റാണ്. ഇത് ആ മസാലയോട് കൂടെ കഴിക്കാൻ വേണ്ടല്ലോ, വേറെ ലെവലാ. ഏതായാലും നല്ല ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ജീവൻ്റെ ഞണ്ട് കറി കുറെ സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഞണ്ട് ക്ലീൻ ചെയ്തൊക്കെ പിപ്പിയാണ്, അറിയാം. പാചകം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം പിപ്പിയാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ മസാലകളൊക്കെ എനിക്ക് പാത്രത്തിലാക്കി തന്നത് പിപ്പിയാണ്. സാധാരണ പിപ്പിയാണല്ലോ സ്ഥിരം പാചകം ചെയ്യുന്നത്. അപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഞാൻ ഒറ്റയ്ക്ക് പാചകം ചെയ്യാന്ന് പറഞ്ഞത്. നമ്മളെ വീഡിയോ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരിക്കൽ കൂടി പിപ്പീസ് വ്ലോഗിന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഞാനിത് കഴിച്ചു തീർക്കട്ടെ. താങ്ക് യു.